അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സാധാരണക്കാരായ ആളുകൾക്ക് കൂട്ടുവായന എളുപ്പമാക്കുന്ന രൂപത്തിലുള്ള ഒരു ചെറിയ ക്ലാസ്സാണ്. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ ധാരാളമായിട്ട് ഖത്മുകൾ തീർക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ കൂടുതൽ സംതൃപ്തി ലഭിക്കാൻ നമ്മുടെ ഈ ക്ലാസ് ഉപകരിക്കുമെന്ന് തീർച്ചയാണ് ഇൻഷാ അല്ലാഹ്. അറിയുന്ന ആളുകളെ സംബന്ധിച്ചല്ല, സാധാരണക്കാരായ ഒരുപാട് പിഴവുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ആ ഭാഗങ്ങളൊക്കെ നമുക്ക് തിരുത്തിക്കൊണ്ട് ഇനി ആവർത്തിക്കാത്ത രൂപത്തിൽ അത് നമുക്ക് മനോഹരമായിട്ട് ഒരു മനസ്സിന് സന്തോഷം നൽകുന്ന രൂപത്തിൽ നമുക്ക് മനോഹരമാക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു ചെറിയ ഒരു ക്ലാസ്സാണ്. കഴിയുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്തുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി ഷെയറും ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അല്ലാഹു തആല നമ്മുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഖത്മുൽ ഖുർആന്റെ 65-ാമത്തെ ക്ലാസ്സാണ്. സൂറത്തുൽ അൻആമിന്റെ 59-ാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وعنده مفاتح الغيب لا يعلمها إلا هو وعنده مفاتح الغيب لا يعلمها إلا هو. അവിടെ ഹുവ എന്നാണുള്ളത് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ നമ്മുടെ ക്ലാസ്സിൻ്റെ തുടക്കം ഒന്ന് കേൾക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഖത്മ് തീർക്കണമെന്ന ഉദ്ദേശമുള്ളവർ അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെയുള്ള നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. അതുപോലെ തന്നെ തുടക്കം മുതലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്ക് എല്ലാ ക്ലാസ്സുകളും ലഭിക്കുന്ന രൂപത്തിൽ ആ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. താല്പര്യമുള്ളവർ ഒന്ന് മെസ്സേജ് അയക്കുക. ഇൻഷാ അല്ലാഹ് പരിശുദ്ധ റമദാൻ വരികയാണ്. സ്പെഷ്യലായിട്ടുള്ള ക്ലാസ്സുകൾ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് ജോയിൻ ചെയ്താൽ ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ലാസ് കേൾക്കുന്ന മുഴുവൻ, പ്രത്യേകിച്ച് മുതിർന്നവരായ സഹോദരി സഹോദരന്മാർ, ഉപ്പമാർ, ഉമ്മമാരൊക്കെ, ഉപ്പമ്മമാരൊക്കെ ശ്രദ്ധിക്കുക. ഇന്ന് അല്ലെങ്കിൽ നാളെ ആയിട്ട് ഇൻഷാ അല്ലാഹ് ചെറിയ ഒരു ക്ലാസ്. പല ആളുകളും സംശയം ചോദിക്കുന്നതാണ് ഈ പഴയ പൊന്നാനി മുസഹഫും അതുപോലെ തന്നെ വിശുദ്ധ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന മുസഹഫും അത് തമ്മിലുള്ള മാറ്റവും നമ്മൾ മനസ്സിലാക്കിയതിലപ്പുറം നമുക്ക് വളരെ എളുപ്പമായിട്ട് ഏതാണ് നമുക്ക് കൂടുതൽ ഫലപ്രദമായ രീതിയിൽ അത് ക്ലാസ് ഒന്നും കൂടി നമുക്ക് നമ്മുടെ ക്ലാസ്സും കൂടി ആകുമ്പോൾ കൂടുതൽ ഫലപ്രദമായ രീതിയിൽ ഏത് മുസഹഫ് നോക്കിയിട്ടാണ് നമുക്കൊരു തോന്നലുണ്ട് പൊന്നാനി മുസഹഫിലാണ് നോക്കിയാലേ നമുക്ക് തിരിയുള്ളൂ എന്നുള്ളതാണ്. ഒരുപാട് പിഴവുകൾ അതിൽ വരാൻ സാധ്യതയുണ്ട്. അറിയുന്ന ആളുകളെ സംബന്ധിച്ചല്ല ഈ പറയുന്നത്, അറിയാത്ത ആളുകളെ സംബന്ധിച്ച് ഒരുപാട് പിഴവുകൾ വന്നു പോകാനൊക്കെ സാധ്യതയുണ്ട്. നമ്മളാരങ്ങനെ പിഴവുകൾ ഓതി തീർക്കുന്നവരാണെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. വളരെ സിമ്പിളായിട്ട് ഇപ്പുറത്തെ മുസഹഫ് നോക്കിയിട്ട് ഓതിയാൽ നമുക്ക് അത് പെട്ടെന്ന് തിരിയും. അപ്പോൾ അത് തിരിയുന്ന രൂപത്തിലുള്ള ഒരു ചെറിയ ക്ലാസ് വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്. ഇവിടെ തുടക്കത്തിൽ വഇൻദഹു മഫാതിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാ ഹു നിർത്തുമ്പം അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന് കൊടുക്കണം. ഇവിടെ ഹുവ എന്നാണുള്ളത്.
ഹുവ എന്നതിന് വാവിന് സുക്കൂൻ കൊടുത്തു കഴിഞ്ഞാൽ ഹുവ് എന്നാവും അല്ലേ. അപ്പോൾ അവസാനത്തെ അക്ഷരം വാവാണ്. വാവിന് ഇപ്പോൾ ഒന്നുമില്ല, സുക്കൂൻ ഒന്നുമില്ല, ഫത്ത് കസറും പിന്നെ അവിടെ അവസാനം സുക്കൂൻ കൊടുക്കണം എന്നല്ല. സുക്കൂൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, സംഗതി ഒന്നുമില്ല എന്നർത്ഥം. ഹർക്കത്ത് എന്ന് പറഞ്ഞാൽ അത് ഫത്ഹ് കസർ ലൊമ്മാണ് ഹർക്കത്ത്. സുക്കൂൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നുമില്ലെങ്കിൽ പിന്നെ നമ്മൾ സീറോ എന്ന് പറയുന്നത് പോലെ അത് അതിന് പിന്നെ സുക്കൂനാണ്. അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം ഏതാണ്? ലൊമ്മാണ്. ഹാഇന് ലൊമ്മാണുള്ളത്. അപ്പോൾ പിന്നെ ലൊമ്മ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് ശേഷം ഒരു വാവ് വന്നാൽ പിന്നെ എന്താ നീട്ടാനുള്ള അക്ഷരമായിട്ട് മാറും. ഇനി നേരെ മറിച്ച് അവിടെ ഹാഇന് ഫത്ഹാണ്, അവസാനം ഒരു അലിഫ് വന്നാൽ അപ്പോൾ എന്താ വായിക്കുക? നമ്മൾ ഹാ എന്ന് വായിക്കും. ഹാഇന് കസറാണ്, ശേഷമുള്ള യാ ആണ്, ഹിയ എന്നാണ്. ഉദാഹരണത്തിന് ഹിയ എന്നാണ് ഉള്ളത്. അപ്പോൾ അവിടെ നമ്മൾ നിർത്തുകയാണെങ്കിൽ ഹി എന്ന് പറഞ്ഞിട്ട് നിർത്തുക. കാരണം യാന് സുക്കൂൻ വന്ന തൊട്ട് മുമ്പ് കസറാണ്. അപ്പോൾ പിന്നെ നീട്ടാനുള്ള അക്ഷരമായി യാ ഹി എന്നായിട്ട് മാറും അല്ലേ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, ഇല്ലാഹു അവിടെ നിർത്തുകയാണെങ്കിൽ ഇല്ലാഹു എന്ന് പറഞ്ഞിട്ടാണ് നിർത്തേണ്ടത്. അപ്പം ലാ യഅലമുഹാ ഇല്ലാഹു അവിടെ നിർത്താതെ ഓതുകയാണെങ്കിൽ ലാ യഅലമുഹാ ഇല്ലാ ഹുവ വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ. അവിടെ റാഇന് തർക്കീക്ക് ചെയ്യേണ്ട സ്ഥലമാണ്. ഏത്? ഫിൽ ബർരി. റാഇന് കസ്ർ വന്നാൽ എപ്പോഴും തർക്കീക്ക് ചെയ്തുകൊണ്ടാണ്, നേർപ്പിച്ചുകൊണ്ടാണ്, കനം കുറച്ചുകൊണ്ടാണ് ഓതേണ്ടത്. വൽ ബഹർ അവിടെ പിന്നെ തഫ്ഖീം ചെയ്യണം. وما تسقط من ورقة إلا يعلمها. നീട്ടാനുള്ള സ്ഥലമാണെങ്കിൽ നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. അപ്പോൾ ഇല്ലാ യഅലമുഹ ഇവിടെയൊക്കെ ഇതിന് മുമ്പ് സുക്കൂനുള്ള നൂനിൻ്റെ നിയമങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ശ്രദ്ധിക്കുക. വിശദമായിട്ട് മുമ്പുള്ള ക്ലാസ്സുകളിലേക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. വലാ ഹബ്ബത്തിൻ ഫീ ളുലുമാതിൽ അർദ് ولا رطب ولا يابس إلا في كتاب مبين. ഒന്നോതി നോക്കി. ഇവിടെ നിർത്തിയപ്പോൾ മുബീനിൻ എന്നാണുള്ളത്. നിർത്തിയപ്പോൾ നൂനിന് സുക്കൂൻ കൊടുത്തു. നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ നീട്ടേണ്ടതാണ് അവസാനം. ഇവിടെ നീട്ടാനില്ല, കസറാണുള്ളത് അല്ലേ, നൂനാണുള്ളത്, നീട്ടാനൊന്നുമില്ല. അപ്പം നൂനിന് സുക്കൂൻ കൊടുത്തു. ഇനി നിർത്തുമ്പോൾ നോക്കേണ്ടത് തൊട്ട് മുമ്പുള്ള അക്ഷരം എവിടെ നിർത്തുമ്പോഴോ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ എവിടെ നിർത്തുക. ഇപ്പോൾ ഇല്ല ഫീ കിതാബ് ഞാൻ അവിടെ നിർത്തി. അടപ്പ് നിർത്തേണ്ട ആവശ്യമില്ല. അവിടെ നിർത്തുകയാണെങ്കിൽ എങ്ങനെ നിർത്തുക? ഫീ കിതാബ്. കാരണം എന്താ? ബഇന് സുക്കൂൻ നിർത്തിയപ്പോൾ തൊട്ട് മുമ്പ് ഒരു അലിഫുണ്ട്. അപ്പം നീട്ടാനുണ്ടായത് കൊണ്ട് അല്പം നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. ആ നീട്ടുന്നതിൻ്റെ പേരാണ് മദ് ആരിദ്. പുതിയ ഒരു മദ് ഉണ്ടാവുകയാണ്. ഇല്ലെങ്കിൽ സാധാരണ നീട്ടലേ ഉണ്ടാവുള്ളൂ. ഫീ കിതാബിൻ മുബീൻ. മുബീൻ എന്നുള്ളിടത്ത് നിർത്തിയപ്പോൾ അല്പം ദീർഘമായി. ഇല്ല ഫീ കിതാബ് അവിടെയാണ് നിർത്തുന്നതെങ്കിൽ ഒരു പുതിയ മദ് ഉണ്ടാവുകയാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? നീട്ടണം. ചെറിയ നീട്ടല്, ചെറിയ വാവായതുകൊണ്ടല്ല, സാധാരണ ഒരു നീട്ടല് അവിടെ ഉണ്ടാവണം. വാവിട്ടാൽ എങ്ങനെയാണ് നീട്ടുക? അതുപോലെ തന്നെ ചെറുതായാലും വലിയ വാവായാലും നീട്ടലൊക്കെ ഒന്ന് തന്നെ. وعنده مفاتيح الغيب لا يعلمها إلا هو ويعلم ما في البر والبحر وما تسقط من ورقة إلا يعلمها ولا حبة في ظلمات الأرض
ولا رطب ولا يابس إلا في كتاب مبين وهو الذي يتوفاكم بالليل മീമിൻ്റെ നിയമങ്ങൾ മൂന്നെണ്ണമാണ്. സുക്കൂനുള്ള മീമിൻ്റെ ശേഷം വരുന്ന അക്ഷരം ഏതാണ് എന്ന് നോക്കണം. അതുപോലെ തന്നെ നൂനിൻ്റെ നിയമം അങ്ങനെ തന്നെ. ഇവിടെ സുക്കൂനുള്ള മീമിൻ്റെ ശേഷം ബ വന്നിട്ടുണ്ട്. യതവഫാകും ബി, അവിടെ മീമുണ്ട്, മീമിൻ്റെ ശേഷം ബ ആണ് വന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇഖ്ഫ ആണ് നിയമം. എന്താണ്? മീമിൻ്റെ ശേഷം ബ വന്നാൽ ഇഖ്ഫ. ആവശ്യക്കാരെന്ത് ചെയ്യുക? ഒന്ന് എഴുതി വെക്കണം, നല്ലതാണ്. മീമിൻ്റെ ശേഷം ബ വന്നാൽ ഇഖ്ഫ, മറച്ച് മണിക്കുക. യതവഫാക്കും, പിന്നെ ബില്ലയിൽ എന്ന് പറയാം. യതവഫാക്കും ബില്ലയിൽ എന്ന് പറയരുത്, അത് കൂട്ടിയിട്ട് മറച്ച് മണിക്കുക. ഒഴിവാക്കാനും പറ്റൂല. യതവഫാക്കു ബില്ലയിൽ എന്ന് പറയാൻ പറ്റൂല, മറച്ച് മണിക്കുക. വ്യക്തമാക്കാനും പറ്റൂല, ഒഴിവാക്കാനും പറ്റൂല. ആളവിടെ ഉണ്ടേനും ആ രൂപത്തിൽ പറയാം. യതവഫാകും ബില്ലൈലി, ബില്ലൈൽ, യതവഫാകും ബില്ലൈൽ. പ്രത്യേകം ശ്രദ്ധിക്കുക. യതവഫാക്കും ഇപ്പോൾ പറഞ്ഞിട്ട് നമുക്ക് തിരിഞ്ഞിട്ടുണ്ട്, പക്ഷെ തിരിഞ്ഞാലും ഓതുന്ന ചില ആളുകൾ ഇങ്ങനെ യതവഫാക്കും ബില്ലൈൽ എന്ന് പറഞ്ഞിട്ട് ചുണ്ട് പൂട്ടരുത്. ചുണ്ട് പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ മീമ് വ്യക്തമായി. യതവഫാക്കും ബില്ലൈൽ. ചുണ്ട് പൂട്ടുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതിനർത്ഥം ചുണ്ട് പൂട്ടി അവിടെ നിർത്തിയതിന് ശേഷം വേറെ വരുന്ന രൂപത്തിലല്ല, മീമും ബാവും കൂടി കൂട്ടി യോജിപ്പിക്കുക. മീമിനെ വേറിട്ട് തിരിയുന്ന രൂപത്തിൽ പറയരുത്. അതാണ് ഇഖ്ഫ എന്ന് പറഞ്ഞ മീമിനെ. യതവഫാകും ബി, 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 അങ്ങനല്ല, ബി. ഒറ്റ അക്ഷരമായിട്ട് വരുന്ന രൂപത്തിൽ പറയാം. മനസ്സിലായിട്ടുണ്ടാവും. وهو الذي يتوفاكم بالليل ويعلم ما جرحتم بالنهار. ഇവിടെ എന്താ നിയമം? ആ രൂപത്തിൽ ഓതി ما جرحتم بالنهار. ഇവിടെ നിർത്തിയപ്പോൾ എന്താ നിയമം പറഞ്ഞല്ലോ. അപ്പൊ നേരത്തെ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, അവസാനം സുക്കൂന്, തൊട്ട് മുമ്പ് നീട്ടാനുണ്ട്, മദ് ആരിൽ വരും. ബിന്നഹാർ. സുമ്മ ശദ്ദുള്ള നൂന് മീമ്. ഇത് പിന്നെ പ്രത്യേകം നോക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ മണിക്കുക. സുമ്മ യബ്അസുകും ഫീഹി ലിയുഖ്ളാ അജൽ. അജലുൻ എന്നാണുള്ളത്, നിർത്തിയപ്പോൾ അജൽ. അതിന് മുമ്പ് യബ്അസുകും മീമുണ്ട്, മീമിൻ്റെ ശേഷം ഫ ആണ് വന്നിട്ടുള്ളത്. സുക്കൂനുള്ള മീമിൻ്റെ നിയമങ്ങൾ മൂന്നെണ്ണമാണെന്ന് പറഞ്ഞു. സുക്കൂനുള്ള മീമിൻ്റെ ശേഷം ബ വന്നാൽ മീമിനെ മറച്ച് മണിക്കണം. സുക്കൂനുള്ള മീമിൻ്റെ ശേഷം മീമ് തന്നെയാണ് വന്നാൽ ഒരു മീമായിട്ട് ഉച്ചരിക്കുകയും രണ്ടും കൂടി കൂട്ടിയിട്ട് ഒറ്റ മീമായിട്ട് ഉച്ചരിക്കും, എന്നിട്ട് മണിക്കുകയും ചെയ്യും. ബാക്കിയുള്ള മീമിൻ്റെ ശേഷം ബാക്കി ഏത് അക്ഷരം വന്നാലും, ഇവിടെ വന്നത് ഫ ആണ്, ഫി അല്ലേ, ഫ വന്നു. അപ്പോൾ ഇവിടെ ഇനി മീമ് വ്യക്തമാക്കണം, മീമാണ് വ്യക്തമാക്കേണ്ടത്. മീമിൻ്റെ ശേഷം ബാക്കി 26 അക്ഷരങ്ങൾ, അറബിയിൽ 28 അക്ഷരമാണുള്ളത്. ബാക്കി ഏത് വന്നാലും മീമ് വ്യക്തമാക്കി പറയണം. അത് മിക്ക സ്ഥലങ്ങളിലും വരും. മിക്ക സ്ഥലങ്ങളിൽ അലം തറ കൈഫ, അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് ഓതുമ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ്. ലം എന്ന് പറഞ്ഞ് ചുണ്ട് പൂട്ടുക, അത് വ്യക്തമായിട്ട് ഇങ്ങോട്ട് തിരിയണം. ലം യലിദ്, യം യലിദ് എന്ന് ചിലപ്പോൾ അങ്ങനെ അറിയാതൊക്കെ ആയി പോകാൻ സാധിക്കും. യം യലിദ്, ലം യലിദ് എന്നുള്ളത്
യം യലിദ് എന്നൊക്കെ പറഞ്ഞു കണ്ട് അത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. ശ്രദ്ധിക്കാതെ പോകാൻ പാടില്ല. വളരെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് എന്നും ഓതുന്ന സൂറത്തുകളൊക്കെ ഒന്ന് ഓതി പഠിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ചെറിയ ചെറിയ സൂറത്തുകളൊക്കെ നമ്മളെ ക്ലാസ് ചാനലിലൊക്കെ ഉണ്ട്. അപ്പോൾ ലം യലിദ് ലംയ എന്ന് പറയുന്നത് ലം യലിദ് അല്ല. അത് ചിലപ്പോൾ മീമ് വ്യക്തമാവാതെ പോകും. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു. ഒന്ന് ഓതി നോക്കിയാൽ മതി. നമ്മളെ ഓത്തൊന്ന് റെക്കോർഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കേൾക്കുക. ആ മീമ് വ്യക്തമാകുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. അപ്പോൾ ഇവിടെ യതവഫാകും ബില്ലൈൽ കഴിഞ്ഞു. വയഅലമു മാ ജറഹ്തും ബിന്നഹാരി ثم يبعثكم فيه ليقضى أجل مسمى. മീമിന് രണ്ട് സ്ഥലത്തും ശബ്ദാണ്, മണിക്കണം. അജലും മുസമ്മ. ഞാൻ ഒന്നുകൂടി പ്രസ് ചെയ്യുന്നത് അത് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. അത്ര പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ലിയുഖ്ളാ അജലും മുസമ്മ. തൻവീൻ ഫത്ത് ആണ്. തൻവീൻ ഫത്തിനെ നിർത്തേണ്ടത് അവിടെ ഫത്ത് കൊടുത്തിട്ടാണ് ഒരു ചെറിയൊരു നീട്ടലും കൊടുക്കുക. മുസമ്മ. ثم إليه مرجعكم ثم ينبئكم بما. പറയേണ്ട ആവശ്യമില്ല നിയമം. ينبئكم بما كنتم تعملون. ثم إليه مرجعكم ثم അവിടെ വ്യക്തമാക്കി തിരിയണം. എന്നാ പറ്റ നിർത്തും വേണം. ثم إليه مرجعكم അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. നിർത്തണേ കുഴപ്പമൊന്നുമില്ല. ثم إليه مرجعكم ثم ينبئكم بما كنتم تعملون. അവിടെ മീമ് വ്യക്തമാക്കണം. وهو الذي يتوفاكم بالليل ويعلم ما جرحتم بالنهار ثم يبعثكم فيه ليقضى أجل مسمى. അവിടെ നിർത്തുന്നില്ല എങ്കിൽ ലിയുഖ്ളാ അജലും മുസമ്മൻ ثم إليه مرجعكم ثم ينبئكم بما كنتم تعملون. وهو القاهر فوق عباده. ها إن سكون കൊടുത്തു. عباده ദിഹ് എന്ന് പറയുന്നത് ദിഹ്. ويرسل عليكم حفظة حتى إذا جاء أحدكم الموت حتى إذا جاء أحدكم الموت. അവിടെ മദ് മുത്തസിലാണ് അല്ലേ. മദ് മുത്തസിൽ എന്ന് പറഞ്ഞാൽ നീട്ടാൻ വന്നു. നീട്ടാനുള്ള അലിഫ് വന്നാലും കസർ വന്ന യാ വന്നാലും ലമ്മു വാവ് വന്നാലും
ജ ജി അതിന് ശേഷം ഹംസയാണ് വന്നതെങ്കിൽ അവിടെ അതേ വാക്കിലാണെങ്കിൽ അതേ ജ എന്നുള്ളൊരു വാക്കാണല്ലോ, മദ്ദക്ഷരം നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരത്തിന് ശേഷം അതേ വാക്കിലാണ് ഹംസ വന്നതെങ്കിൽ മദ് മുത്തസിലാണ്. ജ എന്നുള്ളത് അതേ വാക്കാണ്. ജ ജ ഒന്ന് വേറെ അല്ലല്ലോ, രണ്ടും കൂടി ഒന്നാണല്ലോ. അതാ പറഞ്ഞത് ഒറ്റ വാക്കിലാണെങ്കിൽ മദ് മുത്തസിലാണ്. ഇനി രണ്ട് വാക്കിൽ എങ്ങനെ പറയുക? എന്നുള്ളൊരു വാക്കാണ്, അൻസൽന എന്നുള്ള മറ്റൊരു വാക്കാണ്. അപ്പം ആ അലിഫ് ആ ഒരു പദത്തിൻ്റെ അവസാനത്തിലും ഹംസ അടുത്ത വാക്കിൻ്റെ തുടക്കത്തിലുമാകുമ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആ മദ് മുൻഫസിൽ വരിക, വേറിട്ട് നിൽക്കുന്ന മദ് എന്നർത്ഥം. അവിടെ കണ്ടില്ലേ ഇതന്നുണ്ടല്ലോ, ഹത്ത അവിടെ നീട്ടാൻ വന്നു, ഹത്ത നീട്ടാൻ വന്നു. പിന്നെ ഹംസ വന്നത്, ഹംസ എന്ന് പറഞ്ഞാൽ ആ ഇ ഉ, ഹംസ എന്ന് പറഞ്ഞാൽ ഇ എന്നുള്ള അടുത്ത വാക്ക് ഇത് അടുത്ത വാക്കിലാണ് വന്നിട്ടുള്ളത്. ഹത്ത ഇത് മദ് ഹത്ത ഇത് മദ് മുൻഫസിലാണ്. കാരണം മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വാക്കിലാണ് ഈ വന്നിട്ടുള്ളത്. അവിടെ മദ് പിന്നെ മുൻഫസിലാണ് ഇവിടെ ഉള്ളത്. ഹത്ത ഇത് ഇവിടെ മദ് മുൻഫസിലാണ്. എന്നാൽ ജ അവിടെ മദ് മുത്തസിലാണ്, ചേർന്ന് വന്നതാണ്. അതിന് പുറമെ മറ്റൊരു മദ്ദും കൂടി അവിടെ നിർത്തിയപ്പോൾ വന്നു, ഇദാ ജാഅ അഹദകുമുൽ മൗത്ത്. മൗത്ത് തഅന് സുക്കൂന്, തൊട്ട് മുമ്പ് വാവിന് സുക്കൂന്, വാവിന് അസിലിയായ ചിഹ്നം, സുക്കൂനിൻ്റെ ചിഹ്നമുണ്ട്. അവിടെ യാ ആണെങ്കിലും സുക്കൂന് അവിടെ ചിഹ്നം വന്നാൽ അതിന് തൊട്ട് മുമ്പ് ഫത്ഹ ആവുകയും ചെയ്തു. മൗത്ത് കണ്ടില്ലേ? ആ സ്ഥാനത്ത് പിന്നെ അവിടെ യാ ആണെങ്കിലും മദ് ലീന് വരും. ഒരു എന്താണ് അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് മദ്ദുകളാണ്. ഒന്ന് മദ് ആരിദ്, നമ്മൾ പറഞ്ഞല്ലോ, ഏതാ മദ് ആരിദ്? തഅമലൂൻ. നൂനിന് സുക്കൂന് തൊട്ട് മുമ്പ് നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ മദ് ആരിദ് വരും. ഇവിടെ മൗത്ത് അഹദകുമുൽ മൗത്ത്, അവസാനം സുക്കൂന്, തായിര് സുക്കൂൻ എന്നല്ല, അവസാനം സുക്കൂന്, തൊട്ട് മുമ്പ് യാഇനോ വാവിനോ സുക്കൂനിൻ്റെ ചിഹ്നം വരികയും അതിൻ്റെ തൊട്ട് മുമ്പ് സുക്കൂനിൻ്റെ ചിഹ്നം വരണം. അവിടെ സുക്കൂനിൻ്റെ ചിഹ്നം ഉണ്ടാവും. പിന്നെ ചില ചിഹ്നമില്ലാത്ത യാ എന്തിനാ വരിക? നീട്ടാനുള്ള യാ വരുമല്ലോ, അതല്ല. സുക്കൂനിൻ്റെ ചിഹ്നം വന്നാൽ, നീട്ടാനുള്ള യാ വന്നാൽ പിന്നെന്താ ഈ അവിടെ മദ് ആരിൽ വന്നു. ഇവിടെ തഅന് അവസാനം നമ്മൾ നിർത്തുമ്പോൾ സുക്കൂന് ആയി കൊടുക്കണം. തൊട്ട് മുമ്പ് യാഇനോ വാവിനോ സുക്കൂനാവുകയും അതിന് മുമ്പ് ഫത്ഹ ആവുകയും ചെയ്താൽ ഇവിടെ മൗത്ത്. ഇപ്പോൾ ഉദാഹരണത്തിന് മറ്റൊരു ഉദാഹരണം, വഹുവൽ ഖാഹിറു ഫൗഖ്. ഇവിടെയും ആ നിയമമുള്ളത്. ഖാഫിന് സുക്കൂൻ നിർത്തുമ്പോഴാണ്, വഖഫ് ചെയ്യുമ്പോഴാണ് ഈ രണ്ട് മദ്ദുകൾ വരിക. ഒന്ന് മദ് ആരിദ് പറഞ്ഞു, മദ് പിന്നെ ലീനും വരും. അവിടെ നമ്മൾ നിർത്തുമ്പോൾ നിർത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓത്ത് നിർത്തുക എന്നല്ല, ശ്വാസം വിടാൻ വേണ്ടി നിർത്തുമ്പോൾ അത് പ്രത്യേകമായിട്ട് ചില ആളുകൾക്ക് കുറഞ്ഞ ശ്വാസമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പല സ്ഥലങ്ങളിൽ നിർത്തേണ്ടി വരും. അപ്പോൾ നിർത്തുമ്പോൾ എങ്ങനെയാണ് നിർത്തേണ്ടത് അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. വഹുവൽ ഖാഹിറു ഫൗഖ എന്ന് പറഞ്ഞ് നിർത്തേത്. ഫൗഖ് അവസാനം സുക്കൂൻ ചെയ്യണം. ഒന്ന്, അതിന് മുമ്പ് നീട്ടാനുള്ള വാവോ അല്ല, അതിൻ്റെ മുമ്പ് തൊട്ട് പിന്നെ മുമ്പ് നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ മദ് ആരിൽ വരും. അതിന് മുമ്പ് വാവിന് സുക്കൂന് അല്ലെങ്കിൽ യാഇന് സുക്കൂന്, അതിന് മുമ്പ് ഫത്ഹ ആവുകയും ചെയ്യുമ്പോൾ ഫൗഖ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തണം. അവിടെ മദ് ലീന് വരികയും ചെയ്യും. എന്നാൽ വഹുവൽ ഖാഹിർ എന്ന് പറഞ്ഞിടത്ത് ഖാഹിറു എന്നുള്ളിടത്ത് നിർത്തുകയാണെങ്കിൽ വഹുവൽ ഖാഹിർ. കാരണം എന്താ? റായിന് സുക്കൂന് മുമ്പ് കസറാണ്. അവിടെ പ്രത്യേകിച്ച് നീട്ടാനൊന്നുമില്ല. അവിടെ മറ്റൊരു നിയമം, റായിൻ്റെ നിയമങ്ങൾ വരുന്നുണ്ട്. ഖാഹിർ, ഖാഹിർ എന്നല്ല, ഖാഹിർ. റായിനെ തർക്കീക്ക് ചെയ്യണം. വഹുവ എന്നുള്ളവർ നിർത്തുകയാണെങ്കിൽ ആ വഹു,
വയുർസിലു എന്നുള്ളടത്ത് നിർത്തുകയാണെങ്കിൽ വയുർസിൽ ഇത്ര മതി. അതിന് മുമ്പ് നീട്ടാനുണ്ടെങ്കിൽ മദ് ലീനുണ്ടോ ഇതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യണേ ഓതുമ്പോൾ നിർത്തേണ്ടത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒരു ഭാഗത്ത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എഴുതി വെച്ചാൽ, അതുപോലെ തന്നെ നമ്മളെ ഒന്നും വേണ്ട, നമ്മളെ ഈ വീഡിയോക്ക് താഴെയായിട്ട് ഏതാ മദ് ഇന്ന സ്ഥലത്ത് ഇത്രാമത്തെ ആയത്ത് അവിടെ മദ് ആരിലാണ്, മദ് ലീനാണ്. ഒന്ന് ഞാൻ പറഞ്ഞത് എല്ലാ സ്ഥലത്തും ഇപ്പം നമ്മൾ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഇനി എവിടെയൊക്കെ ആ മദ് ലീന് വരുന്നുണ്ടോ എന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കണ്ണോടിച്ച് നോക്കുക. അതിപ്പോൾ തന്നെ നോക്കുക. എങ്ങനെയാണ് നോക്കേണ്ടത്? അവസാനത്തെ അക്ഷരം ഏതാ നോക്കണ്ട, അവസാനത്തെ അക്ഷരത്തിന് ഫത്തും കസറും എന്തോ അതും നോക്കണ്ട. തൻവീൻ ഫത്തുഹോ അതുപോലെ തന്നെ നീട്ടാനോ അതല്ലാത്ത ബാക്കിയുള്ളതൊക്കെ നമ്മൾ നോക്കുക. ഫൗഖ നമ്മൾ നോക്കിയല്ലോ, ഫൗഖ് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ നോക്കുക. എവിടെയൊക്കെ മദ് ലീന് വരുന്നുണ്ട് നിർത്തുകയാണെങ്കിൽ അവിടെ വരും. അങ്ങനെ ഓരോന്നായിട്ട് എന്ത് ചെയ്യുക നോക്കുക. കണ്ടില്ലേ, അലാ ലഹുൽ ഹുക്മു അല്ലേ, അവിടെ മദ് ലീന് വരുന്നില്ലേ? ഉണ്ടോ? അവിടെ ഇല്ല. കാരണം എന്താ, മീമിന്റെ തൊട്ട് മുമ്പ് കാഫാണ് വന്നിട്ടുള്ളത്, ഇല്ല. ഇവിടെ മദ് ലീനില്ലേ? ഉണ്ടോ? നൂന് അവസാനത്തെ അക്ഷരം സുക്കൂന് തൊട്ട് മുമ്പ് അതിന് സുക്കൂന്റെ ചിഹ്നമുണ്ട്, ഉണ്ടോ? ഇല്ല. പിന്നെ അത് നോക്കണ്ട, മദ് ആരിലാണ്. അങ്ങനെ ഓരോന്നായിട്ട് എന്താ കണ്ടില്ല. വൽ ബഹർ അവിടെ ഉണ്ടോ? റാഇന് സുക്കൂന് തൊട്ട് മുമ്പ് യാവോ വാവോ വരണം. ഇവിടെ യാവും വാവും ഇല്ല, പിന്നെ അത് നോക്കണ്ട. അപ്പൊ അങ്ങനെ എവിടേക്ക് ഇങ്ങനെ വരുന്നുണ്ടോ എന്നിങ്ങനെ മെല്ലെ ഇങ്ങനെ നോക്കുക. ഇതിങ്ങനെ മേലോട്ട് അങ്ങനെ നമ്മൾ ഖുർആൻ എന്ത് ചെയ്യുക നോക്കുക. ഇവിടെ ഒരു പദത്തിൽ വരുന്നുണ്ട് അല്ലേ, നുസരിഫുൽ ആയാത്ത് എന്നുള്ളിടത്തോണം. അല്ല, ഉന്നൂർ അതുമല്ല, കൈഫ അവിടെ വരുമോ? ഒന്ന് നോക്കി. കൈഫ എന്നുള്ളിടത്ത് ഫാഇന് സുക്കൂന് തൊട്ട് മുമ്പ് യാഇന് അല്ലെങ്കിൽ വാവിന് സുക്കൂന്റെ ചിഹ്നമുണ്ടോ? ഉണ്ട് അല്ലേ? അതിന്റെ തൊട്ട് മുമ്പ് ഫത്ത് ആവുകയും ചെയ്യണം. ഇവിടെ ഫത്ത് ആണോ? കാ എന്നുള്ള ഫത്ത് അല്ലേ? അപ്പോൾ അതിനെ അവിടെ നിർത്തുകയാണെങ്കിൽ ഉന്നൂർ കൈഫ് എന്ന് പറഞ്ഞിട്ടാണ് നിർത്തേണ്ടത്. അപ്പോൾ ഈ മദ്ദിന്റെ പേരാണ് മദ് ലീന്. മദ് ആരിദ് അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന് തൊട്ട് മുമ്പ് നീട്ടാനുണ്ടെങ്കിൽ മദ് ആരിദ് വരും. ലഅല്ലഹും യഫ്ഖഹൂൻ നൂന് സുക്കൂന് തൊട്ട് മുമ്പ് നീട്ടാനുള്ള അക്ഷരം 10 അല്ലേ? എത്ര ഉള്ളത്? 3 ഉള്ളത്. നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരം ഏതാണ്? എല്ലാ അക്ഷരങ്ങളും നീട്ടുമെങ്കിൽ നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരം ഏതാണ്? കേ എന്ന് ഉപയോഗിക്കണമെങ്കിൽ അലിഫാണ്. ബേ എന്ന് ഉപയോഗിക്കണമെങ്കിൽ അലിഫ് തന്നെ. എല്ലാ അക്ഷരവും നീട്ടാൻ ഉപയോഗിക്കണമെങ്കിൽ ഫത്തിന നീട്ടാൻ എപ്പോഴും ഉപയോഗിക്കൽ അലിഫാണ്. കസറിന് നീട്ടാനോ കീ എന്ന് പറഞ്ഞെങ്കിൽ യാ ആണ്. ബി എന്ന് പറഞ്ഞെങ്കിൽ യാ ആണ്. തീ എന്ന് പറഞ്ഞെങ്കിൽ യാ ആണ്. ഈ എന്ന് പറഞ്ഞാലും യാ തന്നെയാണ് അല്ലേ? അതുപോലെ തന്നെ കൂ എന്ന് പറഞ്ഞാൽ വാവാണ്. ബൂ എന്ന് പറഞ്ഞാൽ വാവാണ്. ലൂ എന്ന് പറഞ്ഞാൽ വാവാണ്. മൂ എന്ന് പറഞ്ഞാൽ വാവാണ്. അവ നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരം 3 അലിഫ്, യാ, വാവ്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞ് അഹദകുമുൽ മൗത്ത് توفته رسلنا وهم لا يفرطون وهو القاهر فوق عباده ويرسل عليكم حفظة حتى إذا جاء أحدكم الموت توفته رسلنا وهم لا يفرطون. ഇൻഷാല്ലാ ഇന്നിങ്ങനെ ഓതി പോവുകയാണ്. ബാക്കി നമ്മൾ ശ്രദ്ധിക്കുക. ثم ردوا إلى الله مولاهم അവിടെ നിർത്തി. മൗലാഹും ثم ردوا إلى الله مولاهم الحق. നേരത്തെ പറഞ്ഞ മദ് റുദ്ദു ഇല. റുദ്ദു എന്ന് നീട്ടാൻ അവസാനം പദത്തിന്റെ അവസാനമാണ് നീട്ടാൻ വന്നത്. അതിന് ശേഷമുള്ള ഈ എന്നുള്ളത് ഹംസ അടുത്ത വാക്കിലാണ്. മദ് മുൻഫസിലാണ്. മൗലാഹുമുൽ ഹഖ്
അലാ ലഹുൽ ലഹുൽ ഹുക്മു ലഹുൽ ഹുക്മു കൂട്ടി വായിക്കുക. ലഹുൽ ലഹു ലാമിന് സുക്കൂന് ലഹുൽ. അതിൻ്റെ ഇടയിൽ വസലിൻ ഹംസയുണ്ട്. വസലിൻ ഹംസ ചേർത്തി ഓതുമ്പോൾ പറയുകയില്ല. അലാ ലഹുൽ ഹുക്മു വഹുവ അസ്റഉൽ ഹാസിബീൻ ثم ردوا إلى الله مولاهم الحق ألا له الحكم وهو أسرع الحاسبين قل من ينجيكم من ظلمات البر അവിടെ നിർത്തുന്നില്ല എങ്കിൽ തെർക്കീക്കാണ് വരിക. ബരി എന്നാ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണെങ്കിൽ ബറു തഫ്ഹീം ചെയ്യണം. കാരണം എന്താ, റായിന് സുക്കൂന് മുമ്പ് ഫത്ഹ് വന്ന റായിനെ തഫ്ഹീം ചെയ്യണം. അതിൻ്റെ മുമ്പ് നമ്മൾ മീമിൻ്റെ നിയമങ്ങളാണ് ഇപ്പോൾ ഇന്ന് കാര്യമായിട്ട് പറഞ്ഞത്. മീമിൻ്റെ നിയമങ്ങൾ, മീമിൻ്റെ ശേഷം ബ പറഞ്ഞു, മീമിൻ്റെ ശേഷം മീമും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ നിയമങ്ങൾ നമ്മൾ പിന്നെ ഇതിൻ്റെ പറ്റിയ പദം പറഞ്ഞിട്ടില്ലായിരുന്നു. മയ്യുനജ്ജീകും ഒറ്റ മീമായിട്ട് ഉച്ചരിക്കണം. ഒരു മീമായിട്ട് ഉച്ചരിക്കുക, മണിക്കുകയും ചെയ്യാം. മയ്യുനജ്ജീകും മിൻ ളുലുമാതിൽ ബർ യുനജ്ജീകും ആദ്യത്തെ മീം ഇല്ലാത്തതുപോലെ പറയാം. قل من ينجيكم من ظلمات البر والبحر تدعونه تضرعا وخفية لا تن എന്ന് പറയുന്നത് ഇദ്ഗാം ബിലാ ഗുന്നയാണ്. وخفية لئن أنجانا من هذه لنكونن من الشاكرين قل من ينجيكم من ظلمات البر والبحر تدعونه تضرعا وخفية لئن أنجانا من هذه لنكونن من الشاكرين. അടുത്ത പദം എങ്ങനെ കൂട്ടി വായിക്കാൻ നോക്കി, ഒന്ന് ഓതി നോക്കിയിട്ട് നമ്മൾ ഒന്ന് ശരിയാ നോക്കുക. ഖുലില്ലാഹു എന്താണല്ലോ വായിച്ചത്, ഖുലില്ലാഹു യുനജ്ജീകും മിൻഹാ വമിൻ യുനജ്ജീകും മിൻഹാ വമിൻ കുല്ലി കർബ്. അവിടെ നിർത്തുകയാണെങ്കിൽ മദ്ദലീന് വരൂലേ? ഇല്ല, വരൂല. അവിടെ നിർത്താണ്ട് പിന്നെ യാവും അതുപോലെ തന്നെ വാവുമല്ലല്ലോ. വമിൻ കുല്ലി കർബിൻ സുമ്മ അൻതും തുശ്രികൂൻ. സുമ്മ അൻതും അവിടെ മീം വ്യക്തമാക്കണം. أنتم تشركون قل الله ينجيكم منها ومن كل كرب ثم أنتم تشركون قل هو القادر على أن يبعث عليكم. ഇവിടെ മദ്ദലീന് വരുന്നില്ലേ? അവസാനത്തെ അക്ഷരം എന്താണ്? മീം. അതിന് തൊട്ട് മുമ്പ് യാ അല്ല, അതിൻ്റെ തൊട്ട് മുമ്പാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ മദ്ദലീന് നോക്കേണ്ടതില്ല. ഖുൽ ഹുവൽ ഖാദിർ അവിടെ നിർത്തുകയാണ്. ഈ റാഇന് സുക്കൂന് മുമ്പ് കസറാണ്. അപ്പോൾ അവിടെ തർക്കീഖ് ചെയ്യണം. അതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും നമുക്ക് പറയാം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും മീമിൻ്റെ നിയമങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ അത് നിയമത്തിൽ കൊണ്ടുവരിക. അതെന്നല്ല, ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ കൊണ്ടുവരണം. ഇന്നത്തെ ക്ലാസ്സിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് ഓതുക. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യും, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ശ്രദ്ധിച്ചതുകൊണ്ട് അതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിങ്ങനെ വരണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഖുൽ ഹുവൽ ഖാദിറു അലാ അയ്യബ്അസ്. അവിടെ മദ് മുൻഫസിലാണ് അല്ലേ? അയ്യബ്അസ അലൈക്കും അദാബ. തൻവീൻ ഫത്ത് ആണ് നിർത്തിയത്. നിർത്തുമ്പോൾ അദാബ
عذابا من فوقكم أو من تحت أرجلكم അവിടൊക്കെ മദ് മീമ് ശ്രദ്ധിക്കുക. മീം എന്ത് ചെയ്യണം? മദ് പിന്നെ മീമ് ഇദ്ഹാർ ചെയ്യണം, വ്യക്തമാക്കണം. മീം അദാബം അവിടെ അല്ല, മീം സുക്കൂണുള്ള മീമ് വന്നാൽ അതാണ് നോക്കേണ്ടത്. മിൻ ഫൗഖിക്കും മിൻ ഫൗഖിക്കും ഔ മിൻ തഹ്തി അർജുലിക്കും أو من تحت أرجلكم أو يلبسكم شيعا ويذيق بعضكم بأس بعضكم بأس. അവിടെ എന്താ നിയമം? മീമിൻ്റെ നിയമം ഏതാണ് വരിക? മീമിൻ്റെ ശേഷം ബ വന്നു, സുക്കൂണുള്ള മീമിൻ്റെ ശേഷം ബ വന്നു. എന്താ നിയമം? അതൊന്ന് താഴെ എന്ത് ചെയ്യുക, ഒന്ന് കമൻ്റായിട്ടൊന്ന് അറിയിക്കുക. മീമിൻ്റെ ശേഷം ബ വന്നാൽ എന്താണ്? ഇഖ്ഫ ആണോ, ഇദ്ഹാർ ആണോ, പിന്നെ ഇദ്ഗാം ബിഗുന്നയാണോ എന്ന് അറിയിക്കുക. ഉൻളുർ കൈഫ് നേരത്തെ പറഞ്ഞു, നിർത്തുകയാണെങ്കിൽ മദ് ലീന് വരും. ഉൻളുർ കൈഫ നുസർരിഫുൽ ആയാത്ത്. നുസർരിഫുൽ ആ നീട്ടണം, ചെറിയൊരു നീട്ടൽ നീട്ടുക. ആയാത്ത് എന്താ നീട്ടാനുള്ള കാരണം? ലാമിൻ്റെ ഇടയിലാണ് ഹംസ വന്നിട്ടുള്ളത്, അതിൻ്റെ ശേഷം ഒരു അലിഫുണ്ട്, ആ എന്ന് വായിക്കണം. നേരെ മറിച്ച് ആ അലിഫിൻ്റെ മുകളിലാണ് ഹംസ വന്നെങ്കിൽ പിന്നെ അവിടെ നീട്ടൂല. നുസർരിഫുൽ ആയാതി ലഅല്ലഹും യഫ്ഖഹൂൻ. قل هو القادر على أن يبعث عليكم عذابا من فوقكم أو من تحت أرجلكم أو يلبسكم شيعا ويذيق بعضكم بأس بعض انظر كيف نصرف الآيات لعلهم يفقهون وكذب به قومك وهو الحق قل لست عليكم بوكيل قل لست عليكم بوكيل وكذب به قومك وهو الحق قل لست عليكم بوكيل ലികുല്ലി നബഇൻ മുസ്തഖർ. അവിടെ ലാമിന് ശബ്ദുണ്ട്, തുടക്കത്തിലാണെങ്കിൽ ശബ്ദ് പറയരുത്. പിന്നെന്തിനാ ശബ്ദ് കൊടുത്തത്? അത് മുമ്പുള്ള, ഇപ്പം നമ്മൾ ആയത്തിന് മുമ്പാണല്ലോ, ആ ആയത്ത് അവിടെ നിർത്തണം. പിന്നെ നിർത്തണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഒരാൾ നിർത്താതെ ഓതുകയാണെങ്കിൽ അപ്പോൾ വരും. കാരണം തൻവീനിൻ്റെ ശേഷം ബി വക്കീലിൻ എന്ന തൻവീനിൻ്റെ ശേഷം ലാം വന്നാൽ ആ തൻവീനെ ലാമിലേക്ക് കൂട്ടി യോജിപ്പിച്ച് പറയും, മണിക്കൂല. ഇത് കാബും ബിലാവുന്നയാണല്ലോ. ബിവക്കീലില്ലി അപ്പോൾ അവിടെ ശബ്ദം വന്നു. ബിവക്കീലില്ലിക്കുല്ലി നബഇൻ മുസ്തഖർ. അപ്പോൾ അവിടെ ലികുല്ലി നബഇൻ തുടങ്ങുമ്പോൾ ലികുല്ലി നബഇൻ മുസ്തഖറുൻ വസൗഫ തഅലമൂൻ. ലികുല്ലി നബഇൻ മുസ്തഖറുൻ വസൗഫ തഅലമൂൻ. വസൗഫ തഅലമൂൻ മദ് ആരിദ് വന്നു. وإذا رأيت الذين يخوضون في آياتنا فأعرض عنهم حتى يخوضوا في حديث غيره. ഹദീസിൻ എന്നുള്ളിടത്ത് തൻവീനശം റൈന് വന്നു. എന്താണ് അവിടെയുള്ള നിയമം? രണ്ട് കാര്യം പ്രത്യേകമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഒന്ന് മീമിൻ്റെ ശേഷം ബ വന്നാൽ, അതുപോലെ തന്നെ ഇവിടെ തൻവീൻ്റെ ശേഷം റൈന് വന്നു. ഇത് സുക്കൂണുള്ള നൂനിൻ്റെയും തൻവീൻ്റെയും നിയമമാണ്, മറ്റേത് മീമിൻ്റെ നിയമമാണ്. അത് രണ്ടും ചെയ്യാവുന്ന കമൻ്റായിട്ടായി അറിയിക്കാം. ഹദീസിൻ ഗൈരിഹി വഇമ്മാ യുൻസിയന്നക ശൈത്താൻ ഫലാ തഖഉദ് ബഅദ الذിക്റാ മഅൽ ഖൗമിൽ ളാലിമീൻ.
وإذا رأيت الذين يخوضون في آياتنا فأعرض عنهم حتى يخوضوا في حديث غيره وإما ينسينك الشيطان فلا تقعد بعد الذكرى مع القوم الظالمين وما على الذين يتقون من حسابهم من شيء ولكن ذكرى لعلهم يتقون وما على الذين يتقون من حسابهم من شيء ولكن ذكرى لعلهم يتقون സുക്കൂനുള്ള നൂനിൻ്റെ നിയമങ്ങൾ നൂനിൻ്റെ ശേഷം ബ വന്നാൽ ഇഖ്തിലാബാണ് അഥവാ നൂനിനെ മറിച്ച് മീമാക്കിക്കേണ്ട സ്ഥലമാണ് അവിടെ നൂനിൻ്റെ ശേഷം ലാമുറ വന്നാൽ കൂട്ടി യോജിപ്പിക്കുക മണിക്കാതെ കൂട്ടി യോജിപ്പിക്കുക അതുപോലെ തന്നെ ഇദ്ഗാം ബിഗുന്ന നൗമി നൂന് വാവ് മീമി യായി എന്നീ അക്ഷരങ്ങളാണ് നൂനിൻ്റെ ശേഷം വന്നാൽ ഇദ്ഗാം ബിഗുന്നയാണ് കൂട്ടി യോജിപ്പിക്കുകയും മണിക്കുകയും ചെയ്യുക പിന്നെ സുക്കൂണുള്ള നൂനിൻ്റെ ശേഷം 6 അക്ഷരങ്ങളായ ഹംസ ഹ ഐന് ഓയിന് ഈ 6 അക്ഷരങ്ങൾ വന്നാൽ ഇൽഹാർ ചെയ്യണം അഥവാ നൂന് തൻവീന് ഇതൊക്കെ വ്യക്തമാക്കേണ്ട സ്ഥലമാണ് ശേഷമുള്ള അക്ഷരം ഈ അക്ഷരമാണെങ്കിൽ അവിടെ വ്യക്തമായിട്ട് വെളിവാക്കി പറയുക ബാക്കിയുള്ള അക്ഷരങ്ങളൊക്കെ വന്നാൽ ഇഖ്ഫ മറച്ച് മണിക്കേണ്ട സ്ഥലവുമാണ് ഇതാണ് നൂനിൻ്റെ നിയമങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം അപ്പോൾ ഇന്ന് പ്രധാനമായിട്ടും പറഞ്ഞത് മീമിൻ്റെ നിയമങ്ങളാണ് അതൊക്കെ എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക وما على الذين يتقون من حسابهم من شيء ولكن ذكرى لعلهم يتقون അപ്പോൾ വലാകിൻ ദിക്റ എന്നുള്ളിടത്ത് എന്താണ് നിയമം അവിടെ നൂനിൻ്റെ നിയമമാണ് നൂനിൻ്റെ ശേഷം ഏതാക്ഷരം ദാൽ വന്നു ഇഖ്തിലാബാണോ ഇദ്ഗാം ബിലാഗുന്നയാണോ ഇദ്ഗാം ബിഗുന്നയാണോ ഇൽഹാറാണോ ഇഖ്ഫ ആണോ 3 കാര്യങ്ങളാണ് ചോദിച്ചത് മൂന്നും എന്ത് ചെയ്യുക ഒന്ന് നമ്പർ ഇട്ടുകൊണ്ട് ഒന്ന് എഴുതിയിട്ട് അയക്കുക 1 2 3 ഇങ്ങനെ നമ്പർ ഇട്ട് ഒന്ന് ആദ്യം പറഞ്ഞത് പിന്നെ ഏതേന് പറഞ്ഞത് സുക്കൂണുള്ള മീമിൻ്റെ ശേഷം ബ വന്നതാണ് പിന്നെ ഏതാ പറഞ്ഞത് പിന്നെ ലാമല്ല പറഞ്ഞിട്ട് വഹുഫിയത്തല്ല അവിടെ അല്ല പറഞ്ഞിട്ട് പക്ഷെ അതായാലും വീഡിയോ പിന്നെ ക്ലിയർ ആക്കുമ്പം നോട്ട് ചെയ്യണ്ടേ ഏതായാലും ചോദിച്ചെന്ത് ചെയ്യുക അപ്പം തന്നെ പിന്നെ അവിടെ താഴെ എഴുതി കൊടുക്കുക ഇവിടെ വലാകിൻ ദിക്റ മൂന്നാമത്തത് ഇവിടെയാണ് ഇഖ്ഫ പിന്നെ അവിടെ എന്ത് ചെയ്യണം ഇഖ്ഫ ആണോ ഇൽഹാർ ആണോ ഇദ്ഗാം ബിഗുന്നയാണോ ഇദ്ഗാം ബിലാഗുന്നയാണോ എന്നൊക്കെ എന്ത് ചെയ്യുക അവിടെ കറക്റ്റ് എഴുതി കൊടുക്കുക വലാകിൻ ദിക്റ ലഅല്ലഹും യത്തഖൂൻ ഒരായത്ത് കൂടി വദരില്ലദീന തഖദൂ അവിടെ കൂട്ടി വായിക്കാൻ ഇങ്ങനെ വദരില്ലദീന വസ്ലിൻ നംസയാണ് ചേർത്തി വായിക്കുമ്പോൾ പറയൂല വദരില്ലദീന തഖദൂ ദീനഹും ലഇബൻ വലഹ്വ തൻവീൻ ഫത്ഹാണ് വഗറത്തുഹുമുൽ ഹയാത്തുദ് ദുനിയ ഹയവാത്തു എന്ന് വായിക്കാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കുക ഹയവാത്തു എന്ന് വായിക്കുമോ വാവിന് ഫത്ഹില്ല വാവിന് ഫത്ത് ഉണ്ടെങ്കിൽ ഹയവാത്തു വാവിന് ഫത്ത് ഇതിൻ്റെ കൂടെ ഒരു ചെറിയ അലിഫും അല്ലെങ്കിൽ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുക ഹയവാത്ത് എന്ന് വായിക്കുള്ളൂ ഇല്ലെങ്കിൽ ആ വാവ് അലിഫാണ് അലിഫിന് പകരം വന്ന വാവാണത് ഹയാത്തുദ്ദുനിയ വദക്കിർ ബിഹി അൻ തുബ്സൽ ഇവിടെ പിന്നെ ഒന്നും നോക്കണ്ട റാഇന് സുക്കൂനാണ് ഉള്ളത് സുക്കൂനും അതിന് മുമ്പ് കസിർ വന്നാൽ പിന്നെ എന്ത് ചെയ്യണം തർക്കീക്ക് ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത് വദക്കിർ എന്ന് പറയരുത് വദക്കിർ ബിഹി അൻ തുബ്സല നഫ്സും ബിമാ തൻവീൻ ശേഷം ബാ വന്നു എന്ത് ചെയ്യണം
തെൻവീൻ്റെ ശേഷം നമ്മൾ നൂനിൻ്റെ നിയമങ്ങൾ പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ. നൂനിൻ്റെയും തെൻവീൻ്റെയും നിയമം ഒന്നാണ്. തെൻവീൻ്റെ ശേഷമോ അല്ലെങ്കിൽ ബ പിന്നെ സുക്കൂളിലെ നൂനിൻ്റെ ശേഷമോ ബ വന്നാൽ ആ നൂനിനെ അല്ലെങ്കിൽ തെൻവീനെ മാറ്റിയിട്ട് മീമാക്കി കൊടുക്കണം. നഫ്സുൻ എന്ന് പറഞ്ഞതിന് പകരം നഫ്സും ബിമാ കസബത് ലൈസ ലഹാ മിൻ ദൂനില്ലാഹ് ലൈസ ലഹാ മിൻ ദൂനില്ലാഹി വലിയ്യൻ വലാ ശഫീഅ وإن تعدل كل عدل لا يؤخذ منها أولئك الذين أبسلوا بما كسبوا لهم شراب من حميم وعذاب أليم. മീമിന് സുക്കൂന് തൊട്ട് മുമ്പ് നീട്ടാണ്ട് മധ്യ ആരിത് വന്നു. അവിടെ നിർത്തുന്നില്ലെങ്കിൽ അലീമുൻ എന്ന തൻവീനാണുള്ളത്. തൻവീനിൻ്റെ ശേഷം ബ ഒന്നാമത്തെ നിയമം ഇഖ്ലാബ് അവിടെ വരണം. വഅദാബുൻ അലീമും ബിമാ കാനൂ യക്ഫുറൂൻ. ഇൻഷാ അല്ലാഹ് 70 ആയത്തുകളാണ് ഓതിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും പരിപൂർണമായിട്ടും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. وذر الذين اتخذوا دينهم لعبا ولهوا وغرتهم الحياة الدنيا وذكر به أن تبسل نفس بما كسبت ليس لها من دون الله ولي ولا شفيع وإن تعدل كل عدل لا يؤخذ منها أولئك الذين أبسلوا بما كسبوا لهم شراب من حميم وعذاب أليم بما كانوا يكفرون. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോദിയ ഖിറാഅത്തിനെ നമ്മിൽ നിന്ന് പരിപൂർണമായിട്ടും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ അല്ലാഹു തആല പരിപൂർണമായിട്ടും പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാമുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും രോഗങ്ങൾ പരിപൂർണമായിട്ടും ഷിഫിയാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പഠിക്കുന്നവരുണ്ട്, SSLC, അതുപോലെ തന്നെ +2, അതുപോലെ തന്നെ ഡിഗ്രീൻ്റെ ഫൈനൽ എക്സാം, അതുപോലെ തന്നെ മറ്റുള്ള നീറ്റ് പോലത്തെ മറ്റുള്ള മെഡിക്കൽ പോലത്തെ മറ്റുള്ള ഉന്നതമായ തലങ്ങളിലൊക്കെ പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നല്ല ഉന്നതമായ മാർക്കോടുകൂടെ പരീക്ഷ എഴുതി വിജയിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പരീക്ഷയ്ക്ക് ഇനിയും സമയമുണ്ട്. നല്ല ഉഷാറായിട്ട് പഠിക്കണം. നല്ല ഉഷാറായിട്ട് പഠിച്ച് നല്ല ഉന്നത മാർക്കോടുകൂടെ ഒക്കെ വാങ്ങാനൊക്കെ ഉള്ള നല്ല സന്തോഷത്തോടു കൂടെ പരീക്ഷ എഴുതാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്കും മാതാപിതാക്കൾക്കും കുടുംബത്തിനും നാട്ടുകാർക്കും നമുക്കൊക്കെ എല്ലാവർക്കും സന്തോഷത്തോടുകൂടെ റിസൾട്ടുകളൊക്കെ കാണാനും കേൾക്കാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ രോഗികളായ ശാരീരികമായ മാനസികമായ പിന്നെ മറ്റുള്ള പ്രയാസങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. റഹ്മാനെ റബ്ബെ എല്ലാവരുടെ പ്രയാസങ്ങൾ നീ നീക്കി അനുഗ്രഹിക്കണം റഹ്മാനെ. നീ സന്തോഷം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. ശാരീരികമായിട്ട് മാനസികമായിട്ട് വൈശാചികമായിട്ടുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകളും നീ നീക്കി നല്ല സന്തോഷത്തോടുകൂടെ ഇബാദത്തുകൾ ചെയ്യാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്ത റഹ്മാനെ റബ്ബെ. ഞങ്ങൾ ഓതിയ വിശുദ്ധ ഖുർആൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ എല്ലാവിധ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ച് നൽകണം റഹ്മാനെ. ഞങ്ങൾ ചെയ്യുന്നതിലും ചെയ്യാൻ പോകുന്നതുമായ എല്ലാവിധ കാര്യങ്ങളിലും നീ ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും ഐശ്വര്യം നീ നൽകണം റഹ്മാനെ റബ്ബെ. ജോലി ചെയ്യുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. എല്ലാവരുടെ ജോലികളിലും അല്ലാഹു തആല കച്ചവടം ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അല്ലാഹു തആല എല്ലാവരിലും അല്ലാഹു തആല എല്ലാ നിലക്കും ഖൈർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പരസ്പരം എല്ലാവരും ദുആയിലൊക്കെ ഉൾപ്പെടുത്തുക. ഒരുപാട് ആളുകൾ കമൻ്റായിട്ട് ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ലൈവിലും അതുപോലെ തന്നെ മറ്റുള്ള സമയങ്ങളിലൊക്കെ നമ്മുടെ ഓരോ വീഡിയോക്ക് താഴെയായിട്ട് ഒരുപാട് സഹോദരന്മാരൊക്കെ പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തെല്ലാം ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ആരെല്ലാം പറഞ്ഞിട്ടുണ്ടോ എല്ലാവരുടെ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ച് നൽകണേ റഹ്മാനെ. വിശുദ്ധ ഖുർആൻ ഞങ്ങൾ ഓതിക്കൊണ്ട് ചോദിക്കുകയാണ്. നിനക്ക് ഇഷ്ടപ്പെട്ട നിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ ചോദിക്കുകയാണ് റഹ്മാനെ റബ്ബെ. തരുന്നവൻ നീയാണ്, നീ നൽകണേ റഹ്മാനെ. നീ പൂർത്തീകരിച്ച് നൽകണേ റഹ്മാനെ. ഞങ്ങളെ എല്ലാവിധ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകണേ റഹ്മാനെ. നീ പൂർത്തീകരിച്ച് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളതായ എല്ലാവിധ
പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ഓതിയ ഖിറാഅത്തിനെ സ്വീകരിച്ചുകൊണ്ട് ഇതിൻ്റെ കാരണം കൊണ്ട് ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവിധ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ച് നൽകണം റഹ്മാൻ. ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവിധ പ്രയാസങ്ങൾ, ശാരീരികമായ മാനസികമായ എല്ലാവിധ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം നീ നീക്കി നല്ല റാഹത്തോടുകൂടെ നല്ല ഇഖ്ലാസോടുകൂടി ജീവിക്കാനൊക്കെ ഉള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. ربنا عليك توكلنا وإليك أنبنا وإليك المصير اللهم ارحمنا وارحم والدينا وارحم المسلمين آمين برحمتك يا أرحم الراحمين. إن شاء الله നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഓതിയിട്ട് ക്ലോസ് ചെയ്യാം. കാണുന്നവർക്ക് എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ, ബാക്കിയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി എല്ലാവർക്കും ഉപകരിക്കുമെന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യാം. بسم الله الرحمن الرحيم وعنده مفاتح الغيب لا يعلمها إلا هو ويعلم ما في البر والبحر وما تسقط من ورقة إلا يعلمها ولا حبة في ظلمات الأرض ولا رطب ولا يابس إلا في كتاب مبين. وهو الذي يتوفاكم بالليل ويعلم ما جرحتم بالنهار ثم يبعثكم فيه ليقضى أجل مسمى ثم إليه مرجعكم ثم ينبئكم بما كنتم تعملون. وهو القاهر فوق عباده ويرسل عليكم حفظة حتى إذا جاء أحدكم الموت توفته رسلنا وهم لا يفرطون ثم ردوا إلى الله مولاهم الحق ألا له الحكم وهو أسرع الحاسبين. قل من ينجيكم من ظلمات البر والبحر تدعونه تضرعا وخفية لئن أنجانا من هذه لنكونن من الشاكرين. قل الله ينجيكم منها ومن كل كرب ثم أنتم تشركون. قل هو القادر على أن يبعث عليكم عذابا من فوقكم أو من تحت أرجلكم أو يلبسكم شيعا ويذيق بعضكم بأس بعض. انظر كيف نصرف الآيات لعلهم يفقهون. وكذب به قومك وهو الحق قل لست عليكم بوكيل لكل نبأ مستقر وسوف تعلمون. وإذا رأيت الذين يخوضون في آياتنا فأعرض عنهم حتى يخوضوا في حديث غيره وإما ينسينك الشيطان فلا تقعد بعد الذكرى
فلا تقعد بعد الذكرى مع القوم الظالمين وما على الذين يتقون من حسابهم من شيء ولكن ذكرى لعلهم يتقون وذر الذين اتخذوا دينهم لعبا ولهوا وغرتهم الحياة الدنيا وذكر به أن تبسل نفس بما كسبت ليس لها من دون الله ولي ولا شفيع وإن تعدل كل عدل لا يؤخذ منها أولئك الذين أبسلوا بما كسبوا أولئك الذين أبسلوا بما كسبوا لهم شراب من حميم وعذاب أليم بما كانوا يكفرون صدق الله العلي العظيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم